ആകാംക്ഷാഭരിതമായ കാത്തിരിപ്പുകൾക്കും മാറിമറിഞ്ഞ ലീഡുകൾക്കും ശേഷമുള്ള ഫോട്ടോ ഫിനിഷിലാണ് കണ്ണൂരിൽ PK ശ്രീമതി വിജയമുറപ്പിച്ചത്. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരോടും LDFന്റെ പേരിലും എൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ എൻ്റെ സ്വന്തം പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. 97% വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ 1000-ലേറെ വോട്ടുകൾക്ക് മുന്നിട്ട് നിന്ന സുധാകരനെ പക്ഷേ അവസാന നിമിഷം സ്വന്തം തട്ടകങ്ങൾ പലതും കൈവിട്ടു. കഴിഞ്ഞ തവണ 19,153 വോട്ടിന്റെ ലീഡ് കിട്ടിയ പേരാവൂർ മണ്ഡലത്തിൽ ഇത്തവണ സുധാകരന് ലഭിച്ചത് 7000-ഓളം വോട്ടുകളുടെ ലീഡ് മാത്രമാണ്. കോൺഗ്രസിന്റെ ഉറച്ച തടകമായ ഇരിക്കൂറിലും ഇത്തവണ K സുധാകരന് കാലിടറി. അവരന്മാർ ഏതാണ്ട് 6000 വോട്ട്, അവരന്മാർ 50,000-ഓളം വോട്ട് അവരന്മാർ പിടിച്ചു. ചെയ്ത കള്ളവോട്ടും കൂട്ടിയാൽ വിജയം കള്ളവോട്ടിന്റെയും അവരന്റെയും വിജയമാണ്. സംഘടനാപരമായി ഏറെ പ്രതിസന്ധികളുണ്ടായിട്ടും BJP മണ്ഡലത്തിൽ ഇത്തവണ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 27,123 വോട്ടുകൾ മാത്രം നേടിയ BJP ഇത്തവണ പിടിച്ചത് 51,636 വോട്ടുകളാണ്. ഇതിനൊപ്പം കണ്ണൂരിൽ കന്യാംഗത്തിനിറങ്ങിയ STPI 19,170 വോട്ടുകൾ നേടി കരുത്തറിയിച്ചു. കഴിഞ്ഞ തവണ STPI K സുധാകരനെ പരസ്യമായി തന്നെ പിന്തുണച്ചിരുന്നു. മണ്ഡലത്തിൽ വലിയ ചലനമുണ്ടാക്കുമെന്ന് അവകാശപ്പെട്ട RMP കേവലം 2,371 എന്ന സംഖ്യയിൽ ഒതുങ്ങി. ഇതിനൊപ്പം നോട്ട നേടിയ 7,026 വോട്ടുകളും അപരന്മാർ നേടിയ 6,985 വോട്ടുകളും K സുധാകരന് തിരിച്ചടിയായി. രാഷ്ട്രീയമായി ഏറെ തിളക്കം അവകാശപ്പെടാനാവില്ലെങ്കിലും PK ശ്രീമതിയുടെ കണ്ണൂരിലെ ഈ വിജയം CPM-ന് ഏറെ ആശ്വാസകരമായ ഒന്ന് തന്നെയാണ്. ക്യാമറമാൻ ഷിജിത് കണ്ണോമിനൊപ്പം സുനിൽ ഐസക്, മീഡിയ 1 കണ്ണൂർ.